യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണിന്ന്. ഈ ഒരു മാസക്കാലം മുഴുവൻ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ആത്മീയമായും ശാരീരികമായും എല്ലാം ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു മാസം കൂടിയായിരുന്നു. ഈ മാസം മുഴുവൻ ഒത്തിരി അധികം ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായി. നന്ദിയോടെ ഓർക്കുകയാണ് ഈ ഒരു മാസക്കാലം ദൈവം നമ്മെ കൈപിടിച്ച് നടത്തിയതിന്. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും രക്ഷിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നാളെ മുതൽ ഒക്ടോബർ മാസം 1-ാം തീയതി നാളെ മുതൽ നിയോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണല്ലോ. കേവലം മനസ്സിൽ വന്ന ഒരാശയമോ ഒരു ചടങ്ങോ ഒന്നുമല്ല. അത് ദൈവീകമായ ഒരു ആലോചനയുടെയും ദൈവീകമായ ഒരു പദ്ധതിയുടെയും ഭാഗമാണ് നിയോഗ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഏത് വിധത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നൊരു പ്രാർത്ഥനയായി നിയോഗ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം മാറ്റിയിട്ടുണ്ട്. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നൊരു പ്രാർത്ഥനയായി. ഈ കഴിഞ്ഞ മാസം മുഴുവൻ ഞങ്ങളോടൊപ്പം വചനം കേട്ടവർ, ആ വചനം അനേകർക്ക് പങ്കുവച്ചു കൊടുത്തവരാണ് നമ്മൾ. നന്ദിയോടെ ഓർക്കുന്നു. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇന്ന് ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുവാണ്. നിങ്ങളിലൂടെ എത്രയോ പേരിലേക്കാണ് ദൈവത്തിൻ്റെ വചനം എത്തിയത്. നിങ്ങൾ പങ്കുവച്ചു കൊടുത്തത് അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തെ നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 24 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ. മോശ പുറത്തു ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അപ്പോൾ ആ കാലത്തും ദൈവത്തിൻ്റെ വാക്കുകളെ ജനത്തിന് അറിയിക്കാൻ ചിലരുണ്ടായിരുന്നു. ആ കാലത്ത് മോശ ദൈവത്തിൻ്റെ വാക്കുകളെ, വചനങ്ങളെ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. ചിലരെ തെരഞ്ഞെടുത്ത് കൂടാരത്തിന് ചുറ്റും നിർത്തി. ഒരു നിയോഗത്തോടെയാണ് മോശ ഈ കാര്യം ചെയ്യുന്നത്. ഒരു ഉദ്ദേശം, ദൈവികമായൊരു ഉദ്ദേശത്തോടെ ചുറ്റും നിർത്തി. ഞാൻ ഈ വാക്യം വായിച്ചിവിടെ നിൽക്കുമ്പോൾ പ്രിയരെ, നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക. നമ്മളും ഈ ലോകത്തുള്ള ഇത് കേൾക്കുന്ന എല്ലാവരും നിയോഗ പ്രാർത്ഥനയിലോ ഡെയിലി ബ്ലെസ്സിങ്ങിലോ പങ്കെടുക്കും എന്നൊന്നുമില്ല. പക്ഷെ ദൈവിക നിയോഗമുള്ള മനുഷ്യരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഒരാളായിരിക്കാം, അല്ലെ നിങ്ങളുടെ വീട്ടിലെ 2 പേരായിരിക്കാം, 3 പേരായിരിക്കാം. ഇതെല്ലാം എന്തെന്നറിയാമോ? ദൈവം ദൈവിക നിയോഗത്തോടെ നമ്മളെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലോ ദേശങ്ങളിലോ എവിടെയും ആയിക്കൊള്ളട്ടെ നമ്മളെ ഒരുമിച്ച് നിർത്തുവാണ്. ഒരുമിച്ച് നിർത്തി. എല്ലാവരെയുമല്ല, ചിലർ 70 പേരെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് നിർത്തി. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അറിയുന്നവരെ, നമ്മുടെ ദേശത്തുള്ളവരെ, നമ്മുടെ പള്ളിയിലുള്ളവരെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന ആ മനസ്സുള്ളവരെയൊക്കെ, ദൈവിക നിയോഗമുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഒക്ടോബർ മാസം 1 മുതൽ. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയത് കൊണ്ട്, അങ്ങനെ ഒരുമിച്ച് നിർത്തിയത് കൊണ്ട്, അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഫലമാണുണ്ടായത്? എന്ത് തരത്തിലുള്ള ഒരു റിസൾട്ടാണ് അവിടെ സംഭവിച്ചത്?
അതാണ് 25-ാമത്തെ വാക്യം. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. ദൈവം ആ പ്രാർത്ഥനയ്ക്കിടയിൽ ആ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വന്നു, അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഒരു നിയോഗത്തോടെ ഒരുമിച്ച് കൂട്ടി, ഒരുമിച്ച് നിർത്തി ദൈവത്തിൻ്റെ വാക്കുകളെ അറിയിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം മേഘത്തിൽ ഇറങ്ങി വന്നു. അങ്ങനെങ്കിൽ ഇന്ന് ഈ ദിവസം തന്നെ, നാളെ 1-ാം തീയതിയാണ്, ഇന്ന് തന്നെ ഈ വചനം കേട്ട് ഈ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ 3 നിയോഗങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ ബൈബിളിൽ സൂക്ഷിക്കണം. ഒരു പേപ്പറിൽ എഴുതി വയ്ക്കണം. ഏത് ദേശത്താകട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. നാളെ മുതൽ ഇന്ന് എഴുതി പ്രാർത്ഥിക്കുവാണ്. 1 മാസം പ്രാർത്ഥിച്ചു, 10 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ എല്ലാ സമാപന ദിവസം നമ്മുടെ 3 നിയോഗങ്ങളെ, ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ എഴുതി വയ്ക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മേഘത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങിയതുപോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ, പ്രാർത്ഥനാ വിഷയമായ നിയോഗങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ തലമുറകളിൽ, സാമ്പത്തിക മേഖലകളിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, തീരുമാനങ്ങളിൽ, ഇടപാടുകളിൽ, ഭവനങ്ങളിൽ, മാതാപിതാക്കളിൽ, യുവതി യുവാക്കളിൽ എല്ലാവരിലേക്കും ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ചില സ്വർഗീയ അനുഭവങ്ങളുണ്ടാകും, സ്വർഗീയ നിമിഷങ്ങളുണ്ടാകും. പ്രാർത്ഥിച്ചു. അടുത്തൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരിലേക്കും പകർന്നു കൊടുത്തു. അപ്പോൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതിന് ഗുണമുണ്ടായി. അനുഗ്രഹത്തെ, അഭിഷേകത്തെ, സൗഖ്യത്തെ പകർന്നു കൊടുക്കാൻ തുടങ്ങി. പകർന്നു കൊടുക്കാൻ ഈ പ്രാർത്ഥന ഒക്ടോബർ മാസം 3-ാമത്തെ വർഷമാണ് നിയോഗ പ്രാർത്ഥന നടക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു കുടക്കീഴിൽ എന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ അനുഗ്രഹത്തെ പകർന്നു കൊടുക്കാൻ തുടങ്ങും. നിങ്ങൾ ഏതു ദേശത്തോ, ഏത് സ്ഥലത്തോ, ഏതിടത്തോ ആകട്ടെ, ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ, ആ ദുഃഖമൊന്നും വേണ്ട. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ദൈവത്തിൻ്റെ നിയോഗത്തിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. സാധ്യമെങ്കിൽ രാവിലെ തന്നെ ആ 5:30 സമയത്ത് തന്നെ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഒത്തിരി പേർ തയ്യാറാകുന്നതോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രാജ്യത്തിൻ്റെ സമയവ്യത്യാസം അനുസരിച്ച് യഥോചിതം നിങ്ങൾ പെരുമാറുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഏതായാലും ഒരേ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുവാണ്. അവിടെ ഒരു അനുഗ്രഹത്തെ പകർന്നതുപോലെ ദൈവം ചില അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ദൈവം പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ദൈവം പകരുന്ന സമയം, ദൈവം ഇടപെടുന്ന സമയം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം. വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പം അവിടെ കാട് പിടിച്ച് കല്ലൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. കാട് പിടിച്ച് കല്ല് ഒക്കെയുള്ള സ്ഥലമാണ്. ഒന്നും കൃഷി ചെയ്യാത്തൊരു സ്ഥലമാണ്. അവിടെ ഒരാൾ ആ സ്ഥലം ഏകദേശം 1.5 ഏക്കറോ 2 ഏക്കറോ സ്ഥലം പാട്ടത്തിനെടുത്ത് അതെല്ലാം വെട്ടിത്തെളിച്ച് കല്ലുകളൊക്കെ മാറ്റി, കമ്പുകളൊക്കെ മാറ്റി, വളമൊക്കെ വേണ്ടതുപോലെ ഇട്ട് അവിടെ ബന്ദിപ്പൂവിൻ്റെ വിത്ത് പാകി. പൂക്കളുടെ കൃഷിക്ക് ബന്ദിപ്പൂവിൻ്റെ കൃഷിയാണ്. അതിവിടെയല്ല, നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലല്ല ഞാനിത് പറയുന്നത്, കർണാടകയുടെ ഒരു സ്ഥലത്താണ്. പിന്നീട് 1 മാസം 1.5 മാസം കഴിഞ്ഞതിൽ പോകുമ്പം കാട് നിന്ന സ്ഥലത്ത് നിറയെ പൂക്കൾ നിൽക്കുന്ന ഒരു പൂന്തോട്ടമായി മാറി. ഞാനിതിനെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുവാണ്, പ്രിയരെ, നമ്മുടെ വീട് കാടും കല്ലും ഒക്കെ ആയി അസ്വസ്ഥതയുള്ള, വഴക്കുള്ള, പ്രശ്നങ്ങളുള്ള, മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കാട് പിടിച്ച കല്ലുള്ള സ്ഥലം പോലെ ആയിരിക്കാം
പക്ഷെ നിങ്ങളൊരു നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കാട് പിടിച്ച സ്ഥലം പൂന്തോട്ടമായതുപോലെ കല്ലും കമ്പും ഒക്കെ ആയി ഒരു വൃത്തിയില്ലാതെ കിടന്ന സ്ഥലം ഇന്ന് നല്ല നിരനിരയായി ചെടികൾ വളർന്ന് പൂന്തോട്ടമായി ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന വിധത്തിൽ, ആര് കണ്ടാലും അതിനിടയിലൊന്നൊരു സെൽഫിയൊക്കെ എടുക്കണം, ഒരു ഫോട്ടോയൊക്കെ എടുക്കണം എന്ന് തോന്നുന്ന രീതിയിൽ ആ സ്ഥലം മാറിപ്പോയിരിക്കുന്നു. ഇതുപോലെ നമ്മളും ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കാട് പിടിച്ച് കല്ലൊക്കെ ഉള്ള സ്ഥലമാകാം നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകളൊക്കെ പൂന്തോട്ടം പോലായി മാറും. അത്രയും ദൈവപ്രവൃത്തി അതിനകത്ത് സംഭവിക്കും. ഇന്ന് പ്രാർത്ഥിക്കുവാണ്. നന്ദി നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് നാളെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സാധ്യമായ എല്ലാവരോടും പറയുക, അറിയിക്കുക. ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാം, ഒരുങ്ങാം. 3 നിയോഗങ്ങൾ എഴുതി വയ്ക്കണം. 3 നിയോഗങ്ങൾ എഴുതി വയ്ക്കണം. നിങ്ങളുടെ ദൈവവചനത്തിൽ നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളായാലും സഭാവ്യത്യാസമില്ലാതെ നമുക്ക് ഒരുമിച്ച് കൂടണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ മതിലുകളില്ല. നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒരേ മനസ്സോടെ ഒരേ സ്നേഹത്തോടെയാണ്. നിങ്ങളൊരു ആർസിക്കാരനോ ലാറ്റിൻകാരനോ മലങ്കരക്കാരനോ മാർത്തോമക്കാരനോ CSIക്കാരനോ യാക്കോബോയോ ഓർത്തഡോക്സോ ജ്ഞാനായ സഭയാകാം, ഏതു സഭയിൽപ്പെട്ട ഒരാളാകാം, ഏത് മതത്തിൽപ്പെട്ട ഒരാളാകാം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരു മനസ്സോടെ ഈ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുക. ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക. മുഖം നോട്ടമില്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മുഖം നോട്ടമില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, സെപ്റ്റംബർ മാസം മുഴുവൻ വചനം കേട്ട് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളെ നന്ദിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാമാണോ ഈ വചനം പങ്കുവച്ച് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുത്തത്, അവർ ദൈവവചനത്തെയാണ് പങ്കുവച്ചത്, ദൈവവചനത്തെയാണ് അവർ കൊടുത്തത്. നന്ദിയോടെ അവരെ ഓർക്കുന്നു. നാളെ മുതൽ ഒക്ടോബർ മാസം 1 മുതൽ നടക്കുന്ന നിയോഗ പ്രാർത്ഥനയെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ചാത്മാവിനാൽ നയിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും തരണമേ. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന ഒരു വലിയ അത്ഭുതമായി മാറാൻ, അടയാളമായി മാറാൻ ഇടയാകണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം അനുഗ്രഹമാകട്ടെ. സാധ്യമായ എല്ലാവരോടും പറയുക, ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ രാവിലെ 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.